കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം എ സി ജനറേറ്ററുകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയല്ലോ. രണ്ട് തരത്തിലുള്ള വൈദ്യുതിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എ സി, രണ്ട് ഡി സി. എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ പ്രത്യാവർത്തി ധാരാവൈദ്യുതി. ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് അഥവാ നേർധാരാ വൈദ്യുതി. ഒരു എ സി ജനറേറ്ററിൻ്റെ പ്രവർത്തനം നാം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ജനറേറ്റർ ഉപയോഗിച്ച് ഡി സി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ? ഇവിടെ ഒരു എ സി ജനറേറ്ററിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും ഘടന തന്നിരിക്കുന്നു. രണ്ടും ഒന്ന് നിരീക്ഷിക്കുക. ഈ രണ്ട് ജനറേറ്ററുകളിലും ഘടനയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? എ സി ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങുകളാണ്. ഈ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം ഡി സി ജനറേറ്ററിൽ ഉള്ളത് ഏതാണ്? സ്പ്ലിറ്റ് റിങ്ങുകളാണ്, അല്ലേ? സ്പ്ലിറ്റ് റിങ്ങുകൾ. സ്ലിപ്പ് റിങ്ങുകൾ പൂർണ്ണ വളയങ്ങളാണെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങുകൾ എന്താണ്? അർദ്ധവളയങ്ങളാണ്. ചിത്രം നിരീക്ഷിക്കുക. എ സി ജനറേറ്ററിൽ ആർമേച്ചർ സ്ലിപ്പ് റിങ്ങുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഡി സി ജനറേറ്ററിൽ ആർമേച്ചർ സ്പ്ലിറ്റ് റിങ്ങുകളുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. In AC generator, armature is connected to slip rings, but in DC generator, armature is connected to split rings. DC ജനറേറ്ററിൻ്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കാം. ഡി സി ജനറേറ്ററിൻ്റെ ഒന്നാം അർദ്ധഭ്രമണവും രണ്ടാം അർദ്ധഭ്രമണവും തന്നിരിക്കുന്നു. ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ എ സി ജനറേറ്ററിൽ നിന്ന് ഇവിടെ ഉണ്ടായ മാറ്റം സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം സ്പ്ലിറ്റ് റിങ് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. രണ്ട് അർദ്ധവളയങ്ങളാണ് ഇവ. ഒന്നാമത്തെ അർദ്ധഭ്രമണത്തിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ആർമേച്ചറിലൂടെ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം എ ബി സി ഡി വഴിയാണ്, പ്രദക്ഷിണ ദിശയിലാണ് കറങ്ങുന്നത്. ആർമേച്ചർ കണക്ട് ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളുമായിട്ടാണ്, R1 R2. ഈ രണ്ട് റിങ്ങുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ബ്രഷുകൾ B1 B2. ആർമേച്ചർ തിരിയുന്നതിനനുസരിച്ച് സ്ലിപ്പ് റിങ്ങുകൾ ഇവിടെ തിരിയുന്നുണ്ട്, എന്നാൽ ബ്രഷുകൾ തിരിയുന്നില്ല. ഒന്നാമത്തെ അർദ്ധഭ്രമണത്തിൽ ബാഹ്യ സർക്യൂട്ടിലേക്കുള്ള വൈദ്യുത പ്രവാഹം ബ്രഷുകൾ വഴിയാണ് ലഭ്യമാവുന്നത്, അതായത് B2വിൽ നിന്ന് B1ലേക്ക്. അടുത്ത അർദ്ധഭ്രമണം തിരിയുന്നതാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ആർമേച്ചർ കോയിലിലൂടെ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹം DCBA വഴിയാണെന്ന് മനസ്സിലാക്കാം. ആർമേച്ചർ ആ ഒരു ഭാഗം കറങ്ങിയപ്പോൾ സ്പ്ലിറ്റ് റിങ്ങും മാറിയതായിട്ട് കാണാം. R1 R2ൻ്റെ സ്ഥാനം നിരീക്ഷിക്കൂ. എന്നാൽ ഇവിടെ ബ്രഷുകൾ മാറിയോ? ഇല്ല. രണ്ടാമത്തെ അർദ്ധഭ്രമണത്തിലും ബാഹ്യ സർക്യൂട്ടിലേക്കുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ B2വിൽ നിന്ന് B1ലേക്ക് തന്നെയാണ്. ആദ്യത്തെ അർദ്ധഭ്രമണത്തിലും അതുതന്നെയായിരുന്നു, രണ്ടാമത്തെ അർദ്ധഭ്രമണത്തിലും B2വിൽ നിന്ന് B1ലേക്ക് തന്നെയാണ്. അതായത് ബാഹ്യ സർക്യൂട്ടിലേക്ക് ഉള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ ഇവിടെ മാറുന്നില്ല. എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹം ഒരേ ദിശയിൽ തന്നെ ലഭ്യമായി എന്നല്ലേ? ഒരേ ദിശയിലാണ് വൈദ്യുത പ്രവാഹം കിട്ടുക എങ്കിൽ അതല്ലേ ഡി സി എന്ന് പറയുന്നത്, നേർധാരാ വൈദ്യുതി എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ നേർധാരാ വൈദ്യുതി ലഭ്യമാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച ഘടകം ഏതാണ്? അതെ, സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ്. അപ്പം സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നാം ഏത് തരത്തിലുള്ള ജനറേറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഡി സി ജനറേറ്റർ ഉണ്ടാക്കുന്നത്. എ സി ജനറേറ്ററിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും ആർമേച്ചറിൽ ഉണ്ടാകുന്നത് പ്രത്യാവർത്തി ധാരാവൈദ്യുതിയാണ്. ഈ ആർമേച്ചറിലൂടെ ഒഴുകുന്ന വൈദ്യുതി എ സി തന്നെയാണ് എങ്കിൽ ബാഹ്യ സർക്യൂട്ടിലേക്ക് കിട്ടുന്ന വൈദ്യുതി ഡി സി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡി സി ജനറേറ്ററുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? ഒന്ന്, എ സി ജനറേറ്ററിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും ആർമേച്ചറിൽ ഉണ്ടാകുന്നത് പ്രത്യാവർത്തി ധാരാവൈദ്യുതി അഥവാ എ സി ആണ്. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടറിൻ്റെ സഹായത്താലാണ് ഡി സി ജനറേറ്ററിൻ്റെ ബാഹ്യ സർക്യൂട്ടിൽ നേർധാരാ വൈദ്യുതി അഥവാ ഡി സി ലഭ്യമാക്കുന്നത്. ഡി സി ജനറേറ്ററിൽ നിന്ന് ലഭ്യമാക്കുന്നത് സ്പന്ദന സ്വഭാവമുള്ള വൈദ്യുതിയാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുള്ള വൈദ്യുതി തന്നെയാണ്, പക്ഷെ ദിശ മാറുന്നില്ല. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി
is produced in the armature coil of both the AC generator and DC generator. With the help of splittering commutator, direct current is obtained in the external circuit of the DC generator. The current produced in the DC generator is fluctuating. ഇവിടെ ഡി സി ജനറേറ്ററിൻ്റെ മാതൃക നിരീക്ഷിക്കുക. രണ്ട് LED ബൾബുകൾ പരസ്പരം സമാന്തരമായി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു LED മാത്രം പ്രകാശിക്കുന്നതായിട്ടാണ്. എന്താ ഒരു LED മാത്രം പ്രകാശിക്കാൻ കാരണം? അതെ, ഈ ഒരു ജനറേറ്ററിൽ നിന്ന് ബാഹ്യ സർക്യൂട്ടിൽ കിട്ടുന്ന വൈദ്യുതി DC കറണ്ടാണ്, നേർധാര വൈദ്യുതിയാണ്. DC ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ലഭ്യമാകുന്നത് നേർധാര വൈദ്യുതിയാണ്. ദ ഔട്ട്പുട്ട് ഓഫ് എ DC ജനറേറ്റർ ഈസ് ഡയറക്റ്റ് കറണ്ട്. ശ്രദ്ധിക്കുക, ഞാനിതൊന്ന് വളരെ പതുക്കെ ഈ കോയിൽ ഒരു പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ മാറുന്ന ഇതൊന്ന് നോക്കണം. നമുക്ക് AB സ്പ്ലിറ്ററിംഗ് ഇവിടെയാണ്, പതുക്കെ കറങ്ങും. ഇത് കണ്ടോ, ഇവിടെയാണ് ഇതൊരു സ്പ്ലിറ്ററിംഗ് പതുക്കെ കറങ്ങുന്നു. കറങ്ങി ഇപ്പോൾ ഈ കറങ്ങുന്നതിന് മുന്നേ ഈ സ്പ്ലിറ്ററിംഗ് ബൾബ് ബ്രഷ് B1 ആണ് കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത്, സമ്പർക്കത്തിലിരിക്കുന്നത്. ഇനി പതുക്കെ കറക്കാം. ഒരു അർദ്ധഭ്രമണം പൂർത്തിയാക്കിയപ്പോൾ ഇത് സൈഡ് AB, ഇവിടെ ഇരുന്ന സൈഡ് AB ഇവിടെ വന്നു. ഇതെന്താണ്? സ്പ്ലിറ്ററിംഗ് ഇവിടെ വന്നു. ഏത് ബ്രഷുമായി കോണ്ടാക്റ്റിൽ വന്നു? എന്താണ്? അതെ, വെരി ഗുഡ്, ബ്രഷ് B2മായി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുകളിലേക്ക് ചലിക്കുന്ന ഭാഗം എപ്പോഴും ബ്രഷ് B1 കോണ്ടാക്റ്റിൽ വരുന്നത്. താഴേക്ക് ചലിക്കുന്ന ഭാഗം എപ്പോഴും ബ്രഷ് B2 കോണ്ടാക്റ്റിൽ വരുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന AC രൂപത്തിലുള്ള വൈദ്യുതിയെ ബാഹ്യ സർക്യൂട്ടിൽ DC ആക്കി മാറ്റുന്നത് ഈ സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെയും ബ്രഷുകളുടെയും പ്രവർത്തനം മൂലമാണ്. നമുക്ക് പ്രവർത്തനം നോക്കാം. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഏതെല്ലാം ഉപകരണങ്ങളിൽ നിന്നാണ് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെയായിരുന്നു അവ? അതെ, AC ജനറേറ്റർ, DC ജനറേറ്റർ, ബാറ്ററി, ഈ പറയുന്ന സോളാർ സെൽ, ഈ പറയുന്ന ഉപകരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നല്ലേ മനസ്സിലാക്കിയത്. ഇവിടെ AC ജനറേറ്റർ, ബാറ്ററി, DC ജനറേറ്റർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന EMFൻ്റെ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാം, അവയുടെ പ്രത്യേകതകളും. ഒന്ന്, AC ജനറേറ്ററിൽ നിന്നുമുള്ള ഗ്രാഫ് ചിത്രം നിരീക്ഷിക്കൂ. തുടർച്ചയായി ദിശ മാറുന്നു. EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു. ബാറ്ററിയിൽ നിന്നും ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് നിരീക്ഷിക്കുക. ബാറ്ററിയിൽ നിന്ന് ലഭ്യമാകുന്ന കറണ്ട് DC കറണ്ടാണെന്ന് നമുക്കറിയാം. ദിശ മാറുന്നില്ല, EMFും മാറുന്നില്ല. DC ജനറേറ്ററിൽ നിന്നും ലഭ്യമാകുന്ന കറണ്ട് ചിത്രം നിരീക്ഷിക്കൂ. ദിശ മാറുന്നില്ല, എന്നാൽ EMF കൂടുകയും കുറയുകയും ചെയ്യുന്നു. Graphical representations of EMF obtained from an AC generator, a battery and a DC generator are given. First figure, EMF from a AC generator. Direction changes continuously. EMF increases and decreases. And the second graph represents current from battery. Direction doesn't change, EMF doesn't change. Third graph represents current from DC generator. Direction doesn't change, EMF increases and decreases. ഇവിടെ ഒരു DC മോട്ടോറിനെ ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ ആർമേച്ചർ കറക്കുന്നു. നിരീക്ഷിക്കുക.
ഗാൽവനോമീറ്റർ സൂചി ഒരു വശത്തേക്ക് ചലിച്ച് തിരിച്ച് നടുക്ക് വരുന്നു അല്ലേ? ഗാൽവനോമീറ്റർ സൂചി ചലിക്കാൻ കാരണം എന്താണ്? ഇവിടെ ആർമേച്ചറിൽ വൈദ്യുതി ഉണ്ടായതുകൊണ്ട്. ഒരു വശത്തേക്ക് മാത്രം ഗാൽവനോമീറ്റർ സൂചി ചലിക്കാൻ കാരണം എന്തായിരിക്കും? അതെ, ബാഹ്യ സർക്യൂട്ടിൽ നേർധാരാ വൈദ്യുതിയാണ് ലഭിച്ചത്, അഥവാ DC ആണ് ലഭിച്ചത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ? യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. DC മോട്ടോറിൻ്റെ ആർമേച്ചറിനെ കറക്കിയാൽ വൈദ്യുതി ഉണ്ടാകുകയും അതൊരു DC ജനറേറ്റർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. If we rotate the armature of a DC motor, electricity is produced in it and it acts as a DC generator. ഇവിടെ DC മോട്ടോറും DC ജനറേറ്ററും തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളും ഒന്ന് മനസ്സിലാക്കാം. സാമ്യതകൾ: ഫീൽഡ് കാന്തം, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്ങുകൾ, ബ്രഷുകൾ എന്നിവയാണ് DC മോട്ടോറിൻ്റെയും DC ജനറേറ്ററിൻ്റെയും ഭാഗങ്ങൾ. വ്യത്യാസങ്ങൾ: DC മോട്ടോർ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. മോട്ടോർ തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്നു. DC ജനറേറ്റർ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. വൈദ്യുത കാന്തിക പ്രേരണ തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്നു. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ DC മോട്ടോർ ആൻഡ് DC ജനറേറ്റർ? സിമിലാരിറ്റീസ്: field magnet, armature, split rings and brushes are the parts of both DC motor and DC generator. Differences: DC motor, electrical energy is converted to mechanical energy. Working principle is motor principle. And DC generator, mechanical energy is converted to electrical energy. Working principle is electromagnetic induction. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഭാഗങ്ങളിലെ വ്യത്യാസം എന്തായിരുന്നു? ഒന്നിൽ സ്ലിപ്പ് റിങ്ങും DCയിൽ സ്പ്ലിറ്റ് റിങ്ങുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു AC ജനറേറ്ററിനെ DC ജനറേറ്ററാക്കി മാറ്റാൻ സാധിക്കുമോ? സാധിക്കും. AC ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുക. Replace the slip rings of the AC generator by split rings. ഒരു ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകൾക്ക് പകരം സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിച്ചാൽ നേർധാരാ വൈദ്യുതി ലഭിക്കുന്നു. If split ring commutator is used in a generator instead of slip rings, we will get DC. DC ജനറേറ്ററും AC ജനറേറ്ററും തമ്മിലുള്ള പ്രത്യേകതകളും അവയുടെ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനുകളും നിങ്ങൾ ഇതോടൊപ്പം മനസ്സിലാക്കിയല്ലോ. എങ്കിൽ താഴെ പറയുന്ന വർക്കുകൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 1. 2 ജനറേറ്ററുകളുടെ രേഖാചിത്രം നൽകിയിരിക്കുന്നു. രണ്ടിൻ്റെയും ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്ത്? രണ്ടിൻ്റെയും ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്ത്? രണ്ട് സന്ദർഭത്തിലും ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ചിത്രീകരിക്കുക. 2. വൈദ്യുത കാന്തിക പ്രേരണം എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? 3. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണം ഏത്? 4. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസങ്ങളും സാമ്യതകളും എഴുതുക. Line diagrams of two generators are given. What is the speciality of the electricity reaching the galvanometer if the armature of both the generators are made to rotate? What is the speciality of the electricity reaching the galvanometer if the field magnet of both the generators are made to rotate? Draw the graphical representation of electricity obtained in both. Second, electromagnetic induction is. Third one, which is the device used to generate electricity? Fourth one, write down the similarities and differences in the structure of an AC generator and DC generator.